ഹലോ, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സയൻസ് സ്ട്രീം എടുക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ബയോളജി മാത്സ് കോമ്പിനേഷൻ എടുക്കണോ അതല്ല കമ്പ്യൂട്ടർ സയൻസ് മാത്സ് കോമ്പിനേഷൻ എടുക്കണോ എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു ദ ചാനൽ. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ കരിയർ ജെയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ മാത്സും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് മാത്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു സ്ഥലത്ത് ബയോളജി ഉണ്ട്, അടുത്ത സ്ഥലത്ത് ബയോളജി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് ആളുകളാണ് ആക്ച്വലി ബയോമാത്ത് എടുക്കേണ്ടത്, ഏത് ആളുകളാണ് കമ്പ്യൂട്ടർ സയൻസ് മാത്സ് എടുക്കേണ്ടത്? ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2ന് ശേഷം നിങ്ങളുടെ ഒരു കരിയർ ഓപ്ഷൻ സയൻസിൽ നിങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബയോമാത്ത് എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് എക്സാംസ് നീഡ്സ് ബയോളജി. ഫോർ എക്സാമ്പിൾ നീറ്റ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ബയോളജി വേണം. അതേപോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജിയും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം ഫീൽഡ്സിലൂടെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ ബയോളജി അത്യാവശ്യമാണ്. നേരെ മറിച്ച് നിങ്ങളൊരു JEE ആസ്പിറൻ്റ് ആണ്, നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ് നല്ലത്. ഇതിന് ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. എന്തൊക്കെയാണ് റീസൺസ്? ഒന്നാമത്തെ റീസൺ എന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബയോളജി എന്നുള്ള സബ്ജക്റ്റ് കുറഞ്ഞു കിട്ടുന്നു. ബയോളജി എന്നുള്ളത് അത്യാവശ്യം ഹെക്റ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സുവോളജി പഠിക്കണം, ബോട്ടണി പഠിക്കണം, ഒരുപാട് ലാബ് എക്സ്പീരിമെൻറ്റ്സ് ചെയ്യണം. കമ്പ്യൂട്ടർ സയൻസിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഇൻട്രൊഡക്ടറി സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ഗോയിങ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന് ഒന്നാമത്തെ ഒരു കാരണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ റീസൺ എന്നുള്ളത് നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോയാൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒരു മസ്റ്റ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ആ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൽ പലപ്പോഴും നിങ്ങൾ C ലാംഗ്വേജോ അല്ലെങ്കിൽ C++ഓ അതിൻ്റെ ഒരു ബേസിക്സ് ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ആ കോഴ്സിൽ പഠിക്കുക. ആ കോഴ്സിലോട്ട് നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് 11th and 12th നിങ്ങൾ എടുക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഒരാൾ എഞ്ചിനീയറിംഗിന് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് വേണ്ട ഒരു സ്കില്ലാണ് കോഡിംഗ് സ്കിൽ. ഏത് എഞ്ചിനീയറിംഗിന് പോകുകയാണെങ്കിലും ബേസിക് പ്രോഗ്രാമിംഗ് സ്കിൽസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതം, ഏതെങ്കിലും 1-2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പൈത്തൺ, C പോലത്തെ 1-2 അറിഞ്ഞിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് ആക്ച്വലി നല്ലൊരു ബേസ് നമ്മൾ കോളേജിൽ പോകുമ്പോൾ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോളേജിൽ നമുക്ക് ഈസിലി പിക്കപ്പ് ചെയ്യാനും സാധിക്കും, നമുക്ക് ഒരുപാട് പുതിയ പ്രൊജക്ട്സിൽ ഇൻവോൾവ് ആവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ JEE ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും എടുക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് അവൈലബിൾ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് അവൈലബിൾ അല്ല, അടുത്തുള്ള സ്കൂൾസിലോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന കോച്ചിങ് സെൻറ്ററിലോ കമ്പ്യൂട്ടർ സയൻസ് അവൈലബിൾ അല്ല, ബയോളജി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് ബയോളജി എടുക്കാം. അപ്പോൾ ഞാനൊക്കെ ബയോളജി എടുത്തതാണ്, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് എടുക്കാൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ബയോളജി ലെസ് പ്രിഫറൻസ് കൊടുത്താൽ മതി എന്ന് മാത്രം. സോ ദാറ്റ്സ് ഓൾ ഇൻ ടുഡേസ് വീഡിയോ. നിങ്ങളുടെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വി വിൽ സീ ഇൻ അനദർ വീഡിയോ ആൻഡ് ബൈ.